അതിഥികൾ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. First of all, I invite Reverend Father Anto Kanjirathingel, CMI, Parish Vicar, St. Thomas Foreign Church and Pilgrim Center to speak a few words. നമസ്കാരം. ഒരു സെക്കൻഡ്, എനിക്ക് നിങ്ങളോട് എല്ലാവർക്കും ഒരു കാര്യം മാത്രം പറയാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ജന്മനാളാണെന്ന്, ബർത്ത്ഡേ ആണ്. ഇത് ഇപ്പോൾ അറിയിച്ച റോസിമിനിക്ക് വളരെ നന്ദി. എല്ലാവരും പ്ലീസ് 1 minute സ്റ്റാൻഡ് അപ്പ്. അദ്ദേഹത്തിൻ്റെ ആ ബർത്ത്ഡേ ജസ്റ്റ് നമുക്ക് ഒന്ന് ആശംസകൾ നേരാം. അച്ഛനെ ഇനിയും ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ സർവേശ്വരൻ, ജഗദീശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അച്ഛൻ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു അച്ഛനാണ്. അച്ഛനും മറ്റുള്ള എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. എല്ലാവർക്കും നമുക്കൊന്ന് 1 minute, നമുക്ക് 1 minute വേണ്ട, ഒരു 2 സെക്കൻഡെങ്കിലും അച്ഛന് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കിരിക്കാം. താങ്ക് യു. Okay, thank you, Madhu, for the beautiful gesture of greeting me on my birthday. Respected Mr. Madhu Kalmanu, the Managing Trustee, Director of Tejas Charitable Trust, Mrs. Deepa Madhu, Trustee, the Honorable dignitaries from art, literature, and from various fields and who achieved the greater nobility in their life, and all the dignitaries of the days, and my dear friends. First of all, thank you, Madhu, for your great invitation to be part of this great noble cause, channelizing the light to the life of children through your charitable activities. I am extremely happy that this happened on here on my birthday, helping so many children in order to have better education through providing the study materials for their bright studies. So hearty congratulations for your various contribution to the humanity. വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ജീസസ് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ നാമത്തിൽ ഏറ്റവും ചെറിയവരിനെ ഒരുവന് എൻ്റെ പേരിൽ നൽകുകയാണെങ്കിൽ അതെനിക്ക് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് മധുവും ഈ ചാരിറ്റി ട്രസ്റ്റും ഇത്രയും കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നുണ്ടെങ്കിൽ, യു ആർ honoring the God, you are doing for God. Definitely they are image and likeness of God. So congratulations for your good heart to help these little children, as well as your social activities in different various fields of humanity. So once again I wish you all the very best, and I am extremely happy to see the honorable dignitaries. You used to honor the people who contributed their life for the society in various capacity. So congratulations for the honorable guests who came here to receive the awards, and also the respectable audience who are become the part of this noble cause. Thank you. God bless you all. I would like to call upon Reverend Father Anto Kanjirathingel, CMI, Parish Vicar, St. Thomas Foreign Church and Pilgrim Center to accept the guest of honor. I request Managing Trustee and other trustees to felicitate him and do the honors. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ಸುಹೃತ್ತುಗಳೇ, ಮಕ್ಕಳೇ ಸ್ವಲ್ಪ ಸುಮ್ಮನೆ ಇರ್ತೀರಾ? ಒಂದು 5 ನಿಮಿಷ ಸುಮ್ಮನೆ ಇರಿ, ಮಾತಾಡಿ 5 ನಿಮಿಷ. ഓക്കെ? ഒരു പ്രസംഗം നടത്താനുള്ള അന്തരീക്ഷമല്ല ഇതെന്ന് എനിക്കറിയാം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുന്നു. പക്ഷെ മധുവിൻ്റെ ഈ ട്രസ്റ്റും നടത്തുന്ന മഹനീയമായ പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും ശ്ലാഘിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്രയധികം സമൂഹത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം മധുവിൻ്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ആത്മം അപരം എന്നുള്ളതാണ്. ആത്മം എന്ന് പറഞ്ഞാൽ നമ്മൾ, അപരം മറ്റുള്ളവർ, സെൽഫ് ആൻഡ് ദി അതർ എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ജീവിതം, അതൊരു ജീവിതമേ അല്ല. മാനവികത എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും സുഖമായി സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഈ ലോകത്തുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവൻ്റെ മനസ്ഥിതിയാണ്, മനോഭാവത്തിനാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ മാനവികതയുടെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ അപരർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. വലിയ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് വളരെയധികം എഫക്റ്റുണ്ട് നമ്മുടെ സമൂഹത്തിൽ. മറ്റുള്ളവൻ്റെ വേദന അറിയുക എന്നുള്ളത്, അതായത് മറ്റുള്ളവർക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന് ഗുരുവൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നാണ്. അവനവൻ നമുക്ക് നമ്മുടെ സുഖത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന സംഗതികൾ മറ്റുള്ളവർക്കും അവരുടെ സുഖത്തിനായിട്ടും വരണം. ആ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ಮಕ್ಕಳೇ ಸ್ವಲ್ಪ ಸುಮ್ಮನೆ ಇರ್ತೀರಾ? ನಿಮಗಾಗಿ ಒಂದು ಮಾತು ಹೇಳ್ತೀನಿ. ಕನ್ನಡದಲ್ಲಿ ದೊಡ್ಡ ಬರಹಗಾರರು ಯು ಆರ್ ಅನಂತಮೂರ್ತಿ ಅವರು, ನೀವೆಲ್ಲ ಕೇಳಿರಬೇಕು. ಅವ್ರ ಹತ್ರ ಒಬ್ಬ ಕಾಲೇಜ್ ಸ್ಟೂಡೆಂಟರು ಒಂದು ಆಟೋಗ್ರಾಫ್ ಕೇಳಿದರು. ಆಟೋಗ್ರಾಫ್ ಕೇಳಿದಾಗ ಅವ್ರು ಏನು ಬರೆದ್ರು ಗೊತ್ತಾ ಅದರಲ್ಲಿ? ಜಾಣನಾಗು, ಒಳ್ಳೆ ಮನುಷ್ಯನೂ ಆಗು ಅಂತ. ಏನು ವಿಷಯ? ജാണനാകൂ, ഒള്ള മനുഷ്യനും ആകൂ. വളരെ സ്മാർട്ടായി ലോകം മുഴുവൻ നീ കീഴടക്കണം, പക്ഷെ അതേസമയത്ത് നീ നല്ല മനുഷ്യനുമായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ಮಕ್ಕಳೇ, ನಿಮಗೆಲ್ಲ ನೋಡಿ, ನಿಮಗೆ ಪುಸ್ತಕ ಎಲ್ಲ ಕೊಡ್ತಾರೆ ಇಲ್ಲಿಂದ. ಸಂತೋಷವಾಗಿರಿ. ವಿಲ್ ಜಸ್ಟ್ see you and we are so happy to see all these things, whatever is happening here. This is one of the most exemplary thing which Madhu and other things are doing. And ನಮ್ಮ ದೊಡ್ಡ ಕಲಾವಿದೆ ಕನ್ನಡ ಸಿನಿಮಾದಲ್ಲಿ ಮತ್ತು ನಾಟಕಗಳಲ್ಲಿ 3000 ನಾಟಕ ಮಾಡಿದ್ದಾರೆ ಅವರು. 3000 ನಾಟಕಗಳಲ್ಲಿ ಅವರು ನಟಿಸಿದ್ದಾರೆ, ಚಿತ್ರಗಳನ್ನು ಮಾಡಿದ್ದಾರೆ. ಅಂಥ ಗೆಸ್ಟ್ಗಳೆಲ್ಲ ನಮ್ಮ ಸ್ಟೇಜಲ್ಲಿದ್ದಾರೆ. ಈ ಒಂದು ಇವತ್ತು ಮಧು ಕಲಮಾನೂರು ಮತ್ತು ಅವರ ಮಿಸ್ಸಸ್ ಅವರಿಬ್ಬರು ಸೇರಿ ಮಾಡಿರುವಂಥ ಈ ಕೆಲಸಕ್ಕೆ, ಇಂಥ ಕೆಲಸಗಳಿಗೆಲ್ಲ ನಾನು ಅದನ್ನೆಲ್ಲ ಅಪ್ರಿಷಿಯೇಟ್ ಮಾಡ್ತೀನಿ. ಅವರಿಗೆ ಒಳ್ಳೆಯದಾಗಲಿ ಅಂತ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀನಿ ದೇವರಲ್ಲಿ. ಅಷ್ಟೇ, ಇವತ್ತು ಜಾಸ್ತಿ ನಾನು ಮಾತಾಡೋದಿಲ್ಲ. ಎಲ್ಲರಿಗೂ ನನ್ನ ಧನ್ಯವಾದಗಳು. ಕರುನಾಡು ಟಿವಿನ Now I invite Dr. P. Kamanitharan, cine artist, to share a few words. Madam. ತೇಜಸ್ ಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರೇ, ಕಾರ್ಯಕರ್ತರೇ, ವೇದಿಕೆಯ ಮೇಲೆ ಕುಳಿತಿರುವ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ, ಇಲ್ಲಿ ನೆರೆದಿರುವ ಪ್ರೀತಿಯ ಅಭಿಮಾನಿ ವರ್ಗದವರೇ, ಕಲಾವಿದರೇ, ಸಾಧಾರಣ ಜನಗಳೇ, ಮತ್ತು ಈ ಮಕ್ಕಳು ಹಿಂಗೆ ಗಲಾಟೆ ಮಾಡಿದರೆ ಏನು ಮಾತಾಡೋದು? ಮಕ್ಕಳು ಸ್ವಲ್ಪ ಸುಮ್ಮನೆ ಇರ್ತೀರಾ? ನೀವು ಇದೆಲ್ಲ ಕೇಳಿಸ್ಕೊಂಡು ನಾಳೆ ಇನ್ನೂ ಸ್ವಲ್ಪ ದೊಡ್ಡವರಾದರೆ ನಿಮ್ಮನ್ನು ಈ ಥರ ವೇದಿಕೆಗಳಿಗೆ ಕರೆದ್ರೆ ಚೆನ್ನಾಗಿ ಮಾತಾಡಬೇಕಲ್ವ? ನೀವು ಸ್ವಲ್ಪ ನಿಶ್ಶಬ್ದವಾಗಿ ಇದ್ಕೊಂಡು ಇದೆಲ್ಲ ಕೇಳಬೇಕಮ್ಮ. ನಾನು ಹಿಂಗೆ ಮಾತಾಡ್ತೀನಿ ಅಂತ ನನ್ನ ಮೇಲೆ ಬೇಜാറ് ಮಾಡ್ಕೋಬೇಡಿ. തേജസ് നല്ലൊരു സംഘടനയാണ്. എൻ്റെ പ്രവർത്തിക്കുന്ന മധു കലമാന്നൂരായാലും അദ്ദേഹത്തിൻ്റെ കുടുംബമായാലും ഈ സംഘടനയെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും എപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ച് നാൾ കൊണ്ടേ പരിചയമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വിളിച്ചുകൊണ്ടാണ് വന്നത്. വളരെ സന്തോഷം ഇവിടെ വന്ന് നിങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളെയെല്ലാം കാണാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ കലാപ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുന്ന ഈ ആതിഥ്യ സൽക്കാരങ്ങളും എല്ലാം സർവമംഗളമായി എന്ന് തുടരാൻ ദൈവം അനുഗ്രഹിക്കണ്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് 2 വാക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും എൻ്റെ ഈ ഉപസംഹാരം നിർത്തിക്കൊള്ളുന്നു. The next, let me invite Sri Ajay Kalai,
Pavitram serial fame, Asianet Malayalam channel, to speak a few words. നമസ്കാരം. ആദ്യമേ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. 4 മണിക്ക് പ്രോഗ്രാം തുടങ്ങണമെന്ന് നമ്മുടെ ട്രസ്റ്റിൻ്റെ മധുചേട്ടൻ ദിവസങ്ങൾക്ക് മുമ്പേ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് രാവിലെ കാലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് പങ്കെടുക്കുന്നതിൽ. അവിടെ ഒരു കണ്ടോൺമെൻറ്റ് സോണിൻ്റെ കേരള സമാജത്തിൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗസ്റ്റായിട്ട് അവർ വിളിച്ചപ്പോൾ അവിടെ പോയി. അല്പം മഴയൊക്കെ ആയപ്പോൾ കുറച്ച് ലേറ്റായി പോയതാണ്. അതുകൊണ്ട് ട്രസ്റ്റിനോടും ഒപ്പം പിന്നെ കുട്ടികളോടും രക്ഷിതാക്കളോടും ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 7ാം ജന്മദിനമാണ്. കഴിഞ്ഞ 7 വർഷക്കാലവും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പുറത്തു നിന്ന് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരിക്കലും ഒരു 7 വർഷം പോയിട്ടൊരു 7 മാസം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ പല കണ്ണുകളോടുകൂടിയായിരിക്കും ഇതിനെ കാണുക. പ്രത്യേകിച്ച് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ 1,900 ചാരിറ്റബിൾ ട്രസ്റ്റുള്ള സ്ഥലമാണ്. അവിടെ ഒരു 7 വർഷം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മധുചേട്ടനെ പോലെ ഒരാൾ മുന്നോട്ട് കൊണ്ടുപോയി എങ്കിൽ അഭിമാനിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ ഒന്നും തന്നെ കാണാനോ കേൾക്കാനോ അല്ല. ഇവിടെ നടക്കുന്ന മറ്റു പുസ്തകമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഇതായിട്ടാണ് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും മധുചേട്ടനും മറ്റിതിൻ്റെ പ്രവർത്തകർക്കെല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മലയാളം TV സീരിയലാണ് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയൽ. അതിൻ്റെ 2ാം ഭാഗം ഈ മാസം അവസാനം ടെലികാസ്റ്റ് ആരംഭിക്കുകയാണ്. അത് കാണണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ, ഇത്ര മനോഹരമായ ഒരു വേദിയിൽ എനിക്ക് അവസരം നൽകിയ മധുചേട്ടനും ട്രസ്റ്റിൻ്റെ എല്ലാ മെമ്പർമാർക്കും ഭാരവാഹികൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന ഈ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ എൻ്റെ പ്രിയ സ്നേഹിതൻ കൂടിയായ ആരാധ്യനായ ശ്രീ മധു സാർ, തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ഗീതാ മാഡം, സുധാകർ സാർ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികളെ, സ്റ്റേജിന് പുറത്തിരിക്കുന്ന മഞ്ജു കൊച്ചുമോൻ ഉൾപ്പെടെയുള്ള സിനി സീരിയൽ ആർട്ടിസ്റ്റുകൾ, എൻ്റെ സഹോദരീ സഹോദരന്മാർ, വളരെ അവിചാരിതമായാണ് ഒരു കണ്ടൻറ് ക്രിയേറ്ററിനെ ഇതുപോലെയുള്ള ജനകീയ മുഖമുള്ള സാധാരണക്കാരുടെ ജനകീയ പ്രശ്നങ്ങളിൽ അവരുടെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ബാംഗ്ലൂരിലെ ഒരു രാഷ്ട്രീയ മുഖമില്ലാത്ത ഒരു സംഘടനയായ ചാരിറ്റബിൾ ട്രസ്റ്റായ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. അതിനാദ്യം ഞാൻ ഈ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വളരെ ആധികാരികമായി മധുസാറും പിന്നീട് സംസാരിച്ച പ്രമുഖ സാഹിത്യകാരൻ ശ്രീ സുധാകരൻ സാറുമൊക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ അധിക പ്രസംഗമായി വീണ്ടും വാക്കുകളിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാനോ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുവാനോ ശ്രമിക്കുന്നില്ല. ജനോപകാരപ്രദമായിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ തേജസ് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സാക്ഷി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ജനമെന്നുള്ള നിലയിൽ ഞാനും വീക്ഷിക്കാറുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ബാംഗ്ലൂരിൽ ഒട്ടനവധി മെഡിക്കൽ ക്യാമ്പുകൾ, നേത്ര ക്യാമ്പുകൾ, അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകൾ അവർ നടത്തിയിട്ടുണ്ട്. ഇനിയും ഈ സംഘടനയ്ക്ക്
കൂടുതൽ കരുത്തും കൂടുതൽ ആവേശവും ഉൾക്കൊണ്ട് സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അവസരം ഉണ്ടാകട്ടെ. കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഈ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒത്തിരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്നെപ്പോലെയുള്ള ഒത്തിരി ആൾക്കാരുടെ പിന്തുണ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ പരിപൂർണ പിന്തുണ നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും. ഒരു കാര്യം കൂടി പറയാതെ എൻ്റെ ഈ സംസാരം പൂർണ്ണമാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഒത്തിരി സാമുദായിക സാംസ്കാരിക കലാ സംഘടനകളുണ്ട്. പക്ഷേ അവരൊന്നും ഇതുവരെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഇവിടെ സംസാരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതിൽ ഒരു ഞങ്ങളുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് ഒരു വേദി തരുവാനോ ഇതുവരെ മുതിർന്നിട്ടില്ല. അത് ഒരുപക്ഷെ അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കാണാത്തത് കൊണ്ടാകാം. ഞാൻ ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി മറുനാടൻ മലയാളികളുടെ ഒരു 30 എപ്പിസോഡുകൾ ചെയ്യുകയുണ്ടായി. അത് മുഴുവനും മറുനാടൻ മലയാളികളുടെ സ്നേഹത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥകളായിരുന്നു. അതിനുശേഷം മറുനാടൻ മലയാളിയായി കേരളത്തിൽ നിന്നും വളരെ 19 വയസ്സിൽ ഗൾഫിൽ പോയി അവിടെ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തി സാധാരണക്കാരെ സ്നേഹിച്ച MA യൂസുഫ് അലി സാറിൻ്റെ കഥകൾ ഒരു 8 എപ്പിസോഡ് ചെയ്തു. അതിനുശേഷം അതേപോലെയുള്ള ലൈവ് പ്രോഗ്രാമുകൾ, ഒത്തിരി വർത്തമാന പ്രോഗ്രാമുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ക്രിയേറ്റീവ് കണ്ടൻസിന് ഇതുപോലെയുള്ള ഒരു വലിയ സംഘടന തന്ന ഒരു സംസാരിക്കുവാനുള്ള ഒരു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. The next, let me invite Sri Amjit S. Tangappan, Managing Director of Vidya Kirana Group of Institutions, to speak a few words. Sir, please. Respected persons on the dais, my dear students, വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം മധുചേട്ടനെ പോലെയുള്ള ഒരാൾ ഇങ്ങനൊരു ട്രസ്റ്റ് നടത്തുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങൾ, ഏറ്റവും വലിയ ധനം വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മധുചേട്ടൻ. അപ്പോൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന മധുചേട്ടന് പ്രത്യേകമായ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രസ്റ്റിൽ നിന്നും പറയുന്ന ഒരു കുട്ടിക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം തയ്യാറാണ്. അടുത്ത വർഷം തൊട്ട് അതിനുവേണ്ട എല്ലാ സഹായവും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കുട്ടികളോട് ഒരു കാര്യം മാത്രം പറയാനുള്ളത്, എഡ്യൂക്കേഷൻ ഈസ് ദ പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്. സോ ലേണിംഗ് ടുമാറോ is the brighter future. You have to study well and you have to make your future well. Thank you. വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികളെ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റുകളായിട്ടുള്ള വിദ്യാർത്ഥികളെ, കുട്ടികളെല്ലാം കന്നഡ സംസാരിക്കുന്നവരാണ് എങ്കിലും അവരൊരു പ്രസംഗം കേൾക്കാനുള്ള മൂഡല്ലാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാം. അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ആദ്യമായി 6ാം വാർഷികം ആഘോഷിക്കുന്ന തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിനും ട്രസ്റ്റിമാർക്കും അഭ്യുദയകാംക്ഷികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊള്ളുന്നു. നമ്മൾ ഇന്ന് ഈ പരിപാടിയോടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്ക് അല്ലെങ്കിൽ റെസണേറ്റ് ചെയ്ത് നിൽക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ അതിനെ കാണാറുണ്ട്. ഉദാഹരണത്തിന് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതുപോലെ നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലൊക്കെ നമ്മൾ ട്രസ്റ്റ് എന്നുള്ള വാക്കും ഒരു റിലേഷൻഷിപ്പ് ബേസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ട്രസ്റ്റിന് മലയാളത്തിലുള്ള ഒരു സമാനമായ അർത്ഥം വരുന്ന പദം ഒരു വിശ്വാസം എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ചിന്തയിൽ ട്രസ്റ്റ് എന്ന ഒരു ഇംഗ്ലീഷ് പദത്തിൻ്റെ ആ ഡെപ്ത്, ആഴം, അത് താങ്ങാനായിട്ട് വിശ്വാസം എന്ന മലയാള പദത്തിന് സാധിക്കില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ശ്രീ സുധാകരൻ രാമന്തളി സാറ് അദ്ദേഹം തർജ്ജിമ ചെയ്യുന്നതിൽ, ട്രാൻസ്ലേഷനിൽ
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമായിരിക്കും ട്രസ്റ്റ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, അല്ലെങ്കിൽ അതിന് തുല്യമായ ഉത്തമമായ മലയാള വാക്ക് എന്താണെന്ന്. ഇംഗ്ലീഷിൽ ഈ ട്രസ്റ്റ് എന്ന പദത്തിന് 3 മാനങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 തലങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ബി ദെയർ അറ്റ് എ ഡിഫിക്കൽട്ട് ടൈം എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, നമ്മുടെ സന്തത സഹചാരിയായിട്ടുള്ളൊരു മനുഷ്യൻ, അവൻ്റെ കഷ്ടകാലത്തിൽ അവൻ നമ്മുടെ സുഹൃത്തായിരിക്കാം, അപരിചിതനായിരിക്കാം. അപ്പോൾ അവന് വേണ്ടി നമ്മളൊന്ന് സന്നിഹിതനായിരിക്കുക, നമ്മുടെ സാന്നിധ്യം കാണിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ പാരാമീറ്റർ. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ബി അക്കൗണ്ടബിൾ ടു യുവർ സെൽഫ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഒരു ഫോളോ അപ്പോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രഷറോ ഇല്ലാണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ യുവർ കമ്മിറ്റ്മെൻറ്റ്. ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമ്മൾ കൊടുത്തെങ്കിൽ എന്ത് സാഹചര്യമാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പാരാമീറ്ററുകൾ കൂടുമ്പോഴാണ് ട്രസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ക്വാളിറ്റീസും ഉള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റും ഇല്ല. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. എല്ലായിടത്തും നമുക്ക് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അതിലുള്ള ട്രസ്റ്റ്, ഈ പൊതുസമൂഹത്തിനുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വേറെ രീതിയിലല്ല, മറിച്ച് ആ ട്രസ്റ്റികൾ അവരുടെ ആ ലൈഫ് ക്വാളിറ്റിയും അവരുടെ ജീവിത കണ്ടക്റ്റും നോക്കിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 6ാം വർഷത്തിലും യഥാർത്ഥത്തിൽ ഒരു ട്രസ്റ്റായിട്ട് ഈ സമൂഹത്തിൻ്റെ ട്രസ്റ്റിലോടുകൂടി ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന പലരും 1000 രൂപ മുതൽ 10,000 വരെ നമ്മൾ ഈ ട്രസ്റ്റിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തവരുണ്ട്, പലരും ഉണ്ട്. പക്ഷെ നമ്മൾ ആരും ഒരിക്കലും ഇതുവരെ ഇതിൻ്റെ കണക്ക് എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചില്ല. കാരണം അത് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മുന്നോട്ട് ഈ ഒരു പ്രസ്ഥാനം ഇനിയും വളരാനിരിക്കുന്നു. ഇതൊരു ചരിത്ര നിയോഗമാണ്, ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രസ്റ്റിന്, അതിൻ്റെ സാരഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക, ഊർജം കൊടുക്കുക, നമ്മുടെ പ്രാർത്ഥന കൊടുക്കുക എന്നുള്ളതാണ്. ഈ ട്രസ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജഗദീശ്വരൻ ഇതിൻ്റെ സാരഥികളെ അനുഗ്രഹിക്കട്ടെ. ഈ ട്രസ്റ്റിന് ശരിയായ ദിശാബോധം കൊടുക്കട്ടെ. ഓൾ ദ ಬೆಸ್ಟ್. ഗോഡ് ബ്ലെസ്. ನಮಸ್ತೆ ಎಲ್ಲ ಈ ತೇಜಸ್ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ನ ಆಯೋಜಕರಾಗಿರುವಂಥ ನಮ್ಮ ಮಧು ಕಲ್ಮನೂರ್ ಸರ್ ಅವರಿಗೆ ಹಾಗೂ ಟ್ರಸ್ಟಿ ದೀಪಾ ಮೇಡಮ್ ಅವರಿಗೆ ಈ ಒಂದು 6ನೇ ವರ್ಷದ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ನ ಏನು ಆನ್ಯುಯಲ್ ಡೇ ಇದೆ, ಇದಕ್ಕೆ ನಾವು ಕನ್ನಡದಲ್ಲಿ ಅದ್ಭುತವಾದ ಬೆಳ್ಳಿ ಹಬ್ಬ ಅಂತ ನಾವು ಕರಿತೀವಿ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ತುಂಬ ಒಳ್ಳೆಯ ರೀತಿಯಿಂದ ನಡೆಸಿಕೊಂಡು ಬಂದಂಥ ನಮ್ಮ ಮಧು ಸರ್ ಅವರಿಗೆ ನಮ್ಮ ಕರ್ನಾಟಕ ರಕ್ಷಣಾ ವೇದಿಕೆ ಕಡೆಯಿಂದ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಹಾಗೂ ಇಲ್ಲಿ ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲ ತಂದೆ ತಾಯಿಗಳು ಹಾಗೂ ಪುಟಾಣಿ ಮಕ್ಕಳಿಗೆ ನಮ್ಮ ಮಧು ಸರ್ ಅವರು ಮಕ್ಕಳು ತಂದೆಯಲ್ಲಿ ಹೇಗಿರಬೇಕು ಹಾಗೂ ಮಕ್ಕಳಲ್ಲಿ ತಂದೆ ಪಾತ್ರವೇನು ಎನ್ನುವುದನ್ನು ಮೊದಲನೇದಾಗಿ ಭಾಷಣ ಮಾಡಿದ ನಮ್ಮ ಮಧು ಸರ್ ಡೈರೆಕ್ಟರ್ ಅವರು ತುಂಬ ಚೆನ್ನಾಗಿ ಏನು ಚಾಲೆಂಜಿಂಗ್ ಬರುತ್ತೆ ವಿದ್ಯಾರ್ಥಿಗಳಲ್ಲಿ ಆ ಒಂದು ಟೆಕ್ನಿಕನ್ನು ತುಂಬ ಒಂದು ಒಳ್ಳೆಯ ರೀತಿಯಿಂದ ಈ ಒಂದು ವೇದಿಕೆಯ ಮುಖಾಂತರ ಎಲ್ಲ ಮಕ್ಕಳಿಗೆ ತಿಳಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ತುಂಬ ಒಂದು ಅದ್ಭುತವಾದ ಮಾತು ಅದು. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ತುಂಬ ಅದ್ಭುತ ರೀತಿಯಿಂದ ನಡೆಸಿಕೊಟ್ಟಂಥ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ನ ಎಲ್ಲ ಅಧಿಕಾರಿಗಳಿಗೂ ಹಾಗೂ ಮ್ಯಾನೇಜಿಂಗ್ ಡೈರೆಕ್ಟರ್ ಆದಂಥ ಮಧು ಸರ್ ಅವ್ರಿಗೂ ಹಾಗೂ ಟ್ರಸ್ಟಿ ದೀಪಾ ಮೇಡಮ್ ಅವ್ರಿಗೂ ಮತ್ತು ಈ ಟ್ರಸ್ಟ್ನ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳು, ಇಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ವೇದಿಕೆಯಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಗಣ್ಯರಿಗೂ, ಇಲ್ಲಿ ನೆರೆದಕ್ಕೆ ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲ ಸಮಾಜ ಸೇವಕರು ಹಾಗೂ ತಂದೆ ತಾಯಿಗಳು, ಪುಟಾಣಿ ಮಕ್ಕಳಿಗೂ ಈ ಒಂದು ರಕ್ಷಣಾ ವೇದಿಕೆ ಕಡೆಯಿಂದ ನನ್ನನ್ನು ಆಹ್ವಾನಿಸಿದ್ದಕ್ಕೆ ನಿಮಗೆಲ್ಲರಿಗೂ ಈ ಟ್ರಸ್ಟ್ಗೂ ತುಂಬ ರೀತಿಯ ಧನ್ಯವಾದಗಳು. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഈ ട്രസ്റ്റിന് ഒരു ആശംസ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സാമ്പത്തികമായിട്ടില്ലെങ്കിലും ശാരീരികമായി ഈ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിലും ഭാഗവത്താകുന്ന ഒരാളാണ്. ഇതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ശ്രീ മധു കലമാനൂർ അവറുകൾ എപ്പോഴും ഒരു കുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു പുണ്യപ്രവൃത്തി ചെയ്യണമെങ്കിൽ എപ്പോഴും ആ കുടുംബത്തിൽ നിന്നുള്ള സഹായമുണ്ടാകണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി തുല്യയായ ദീപ, മധു, അവരുടെ എല്ലാ സഹായങ്ങളും, അതേപോലെ അവരുടെ മക്കളായ അഭിരാമി, അഭിജിത്ത്, ഇവരെല്ലാവരും അവരുടെ ജോലി സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് ഫുൾ ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. അവർക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പല ട്രസ്റ്റുകളും ഇങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു വർഷമോ പേരിന് വേണ്ടി മാത്രം ചെയ്ത് നിർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തം അധ്വാനത്തിൽ നിന്നും ഒരു ഭാഗമെടുത്ത് ഈ 7 വർഷമായി ഒരു മുടക്കവുമില്ലാതെ ഇന്ന് ഈ പൊതുവേദിയിൽ നടത്തിയതല്ലാതെ നമ്മൾ ആര് ചെന്ന് പറഞ്ഞാലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾ അസുഖമായിട്ട് കിടക്കുന്ന ആളിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനത്തിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ ഏത് രാത്രിയിലും നമ്മളുടെ കൂടെ ഇറങ്ങി വരുന്ന ശ്രീ മധു കലമാനൂരിൻ്റെ അദ്ദേഹം നടത്തിക്കൊണ്ടു പോകുന്ന ഈ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 6ാമത് വാർഷികം നടക്കുന്ന ഈ അവസരത്തിൽ ശ്രീ മധു കലമാനൂർ, അതുപോലെ തന്നെ ദീപ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് ഗസ്റ്റുകളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് സംഘടനാ ഭാരവാഹികളെ, അതുപോലെ ഇന്നത്തെ സ്റ്റാറുകളായ നമ്മുടെ കുട്ടികൾ, അവർക്ക് ഇന്ന് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണല്ലോ നടക്കുക. ഏകദേശം 10-15 വർഷമായിട്ട് ഞങ്ങൾ പരിചയമുള്ള, അല്ലെങ്കിൽ 15 വർഷമായിട്ട് ശ്രീ മധു കലമാനൂറുമായിട്ട് ബംഗളൂരു മലയാളി ഫോറം എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ അദ്ദേഹം, എനിക്കറിയാം, ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് 6 വർഷമായിരിക്കാം, പക്ഷേ ഒരു 10-15 വർഷം മുന്നേ തന്നെ അദ്ദേഹം ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ പല തുറകളിലുള്ള ആളുകളിൽ ഈ ഒരു കുട്ടികളിൽ മാത്രമല്ല, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബംഗളൂരു മലയാളി ഫോറത്തിൻ്റെ സപ്പോർട്ട് പോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ സപ്പോർട്ടും ഞാൻ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ബംഗളൂരു മലയാളി ഫോറത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ മുൻ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴും ബംഗളൂരു മലയാളി ഫോറത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ട്രസ്റ്റിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബം ഞങ്ങൾ ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാഷാ വ്യത്യാസം തന്നെ ഏത് സമയത്തും എന്തൊരു സഹായത്തിനും ഓടിച്ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുടുംബം. അവരുടെ ഈ ഒരു പ്രവൃത്തി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മാസവും ഓരോ പരിപാടി ചെയ്തുകൊണ്ട് ഈ ബുക്ക് വിതരണം ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ಟ್ರಸ್ಟಾണ്. ಈ ಪುಟಾಣಿ ಮಕ್ಕಳಿಗೆ ಒಂದು ಹೇಳ್ತಾ ಇದ್ದೀನಿ, ದಯವಿಟ್ಟು ಸೈಲೆಂಟಾಗಿ ಕೂತ್ಕೊಳ್ಳಿ. ಇಲ್ಲಿ ಭಾಷಣ ಮಾಡಿರೋರು ಏನಾದರೂ ನಿಮಗೆ ಒಂದು ಆಫರ್ ಕೊಟ್ಟಿದ್ದಾರೆ, ಏನಾದರೂ ಗೊತ್ತಾಯ್ತಾ? ದಯವಿಟ್ಟು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ, ಮಾತಾಡೋದು ಕೇಳಿಸಿ ಏನು ಹೇಳ್ತಾ ಇರೋದು ಅಂತ. ಏನು ಬಿಲ್ಲಿಂದ ಮಾತಾಡೋದು ಅಲ್ಲಿ ಕೇಳಿಸ್ತಾ ಇಲ್ಲ. ಸುಮ್ಮನೆ ಒಬ್ಬರು ವ್ಯಕ್ತಿ ಇದ್ದಾರೆ ಇಲ್ಲಿ, ಒಳ್ಳೆಯ ವ್ಯಕ್ತಿಗೆ ಅವ್ರ ಸ್ಕೂಲಲ್ಲಿ ಫ್ರೀಯಾಗಿ ಪಠನೆ ಮಾಡೋಕ್ಕೆ ವ್ಯವಸ್ಥೆ ಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಯಾರೋ ಗೊತ್ತಾಯ್ತಾ? ಕೇಳಿದ್ರ? ಏನು ಕೇಳಿಲ್ಲ. ಅವ್ರು ಮಾತಾಡ್ಕೊಂಡು ಹೋಗಿದ್ದಾರೆ ಬಿಟ್ಟು ಯಾರಿಗೆ ಏನು ಕೇಳಲಿಲ್ಲ. സൈലൻ്റാಗಿದ್ದರೆ ಎಲ್ಲರೂ ಕೇಳ್ತಾರೆ. ದಯವಿಟ್ಟು ಸೈಲೆಂಟಾಗಿ ಕೂತ್ಕೊಳ್ಳಿ. ಈ ಟ್ರಸ್ಟಿൻ്റെ
കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാട് നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു ഭാഗമായി എൻ്റെ പ്രിയ സഹോദരൻ മധുവേട്ടൻ ക്ഷണിക്കാറുണ്ട്. ദൈവകൃപയാൽ അതിന് ഭാഗമാകാനും സാധിക്കാറുണ്ട്. ഈ ഒരു വിദ്യാധനം സർവ്വതാന പ്രധാനമെന്ന് പറയുന്ന ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന മധുവേട്ടൻ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാലാൾ അറിയുന്നൊരു പ്രോഗ്രാം ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ഓരോ മാസവും ഓരോ പ്രോഗ്രാം ചെയ്യാറുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താറുണ്ട്, ഫ്രീ ഐ ചെക്കപ്പ് നടത്താറുണ്ട്. ഇതിനൊക്കെ ഒരു ഭാഗമാകാൻ ഉള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മധുവേട്ടനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ദീപചേച്ചിക്കും മക്കൾക്കും എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇതുപോലെ ഈ 6-ാം വർഷം 10-ാം വർഷത്തിലേക്കും 25-ാം വർഷത്തിലേക്കും 50-ാം വർഷത്തിലേക്കും പോയി അതിനുള്ള ഇതിലും കൂടുതൽ ഉയർന്ന രീതിയിൽ നടത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സൗത്ത് ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ്റെയും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ಎಲ್ಲರಿಗೂ ಶುಭ ಸಂಜೆ. ಇವತ್ತು ತೇಜಸ್ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಇವರು 6ನೇ ವರ್ಷದ ವಾರ್ಷಿಕೋತ್ಸವ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಅವರಿಗೆ ಒಳ್ಳೆಯದಾಗಲಿ. ಮಧು ಸರ್ ಅವರು ನನಗೆ ಆತ್ಮೀಯರು. ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ನಾಗರಾಜ್ ಅವರು ಮಧು ಕಮಲನ್ನವರ ಬಗ್ಗೆ ಒಂದು ಅರ್ಧ ಗಂಟೆ ನನ್ನ ಜೊತೆ ಡಿಸ್ಕಷನ್ ಮಾಡಿದ್ದಾರೆ. ಸರ್, ಹೀಗೆ ಮಧು ಸರ್ ಅಂತ ನಿಮ್ಮ ಹಾಗೆ ಸೊಸೈಟಿಗೆ ಒಳ್ಳೆ ಕೆಲಸಗಳು ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಮಕ್ಕಳಿಗೆ ಆಗಲಿ ಯಾವುದೇ ರೀತಿಯ ತೊಂದರೆ ಆದರೆ ಅವ್ರಿಗೆ ಏನು ಸಹಾಯ ಬೇಕು ಅವ್ರ ಫ್ಯಾಮಿಲಿ ಸಮೇತ ನಿಂತು ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದು ಮಾಡ್ತಾರೆ ಅಂತ. ಧನ್ಯವಾದಗಳು ಸರ್ ನಿಮಗೆ. ಇದೇ ರೀತಿ ನೀವು ಸಮಾಜಕ್ಕೆ ನೀವು ಎಲ್ಲಿಂದ ಬಂದಿದ್ದೀರಾ ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಬಟ್ ಇವತ್ತು ಬೆಂಗಳೂರು ನಮ್ಮ ಕರುನಾಡಿನಲ್ಲಿ ನೀವು ಒಂದು ಒಳ್ಳೆ ಕಾರ್ಯ ನಿರ್ವಹಿಸ್ತಿದ್ದೀರಾ. ನಿಮಗೆ ಒಳ್ಳೆಯದಾಗಲಿ. ಇದು ಕೊನೆ ತನಕ ಯಾವತ್ತೂ ಇದು ನಿಲ್ಲಬಾರ್ದು. ಈ ಸಮಾಜ ಸೇವೆ ಹಾಗೂ ಮಕ್ಕಳಿಗೆ ಮಾಡ್ತಾ ಇರುವಂಥ ಈ ಕಾರ್ಯಕ್ರಮ ಸತತವಾಗಿ ನಡೀಲಿ. ಈ ವೇದಿಕೆಯಲ್ಲಿರುವಂಥ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಇವರಿಗೆ ಸಹಾಯ ಮಾಡಬೇಕು ಹಾಗೂ ಇವರೊಟ್ಟಿಗೆ ಕೈ ಜೋಡಿಸ್ಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತೀನಿ. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ಧನ್ಯವಾದಗಳು. എല്ലാവർക്കും നമസ്കാരം. തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 6ാം വാർഷികവും പഠനോപകരണ ഈ വിതരണം കൂടെ ഇന്നിവിടെ നടക്കുകയാണ്. ഇതിൽ വന്ന എല്ലാവർക്കും ബംഗളൂരു മലയാളി ഫോറത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ വേദിയിൽ ഇരിക്കുന്നവർ സംസാരിച്ച പോലെ തന്നെ നമ്മളുടെ സദസ്സിലും ഇരിക്കുന്ന ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവവും അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയാണ് തേജസ് എന്നും കൊണ്ട് നടക്കാറുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം 2010 മുതൽ ഞങ്ങൾ പരിചയമുള്ള ആളുകളാണ്. 16 വർഷത്തോളമായി. എന്നും എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും അതേ അർഹമായ പരിഗണന കൊടുത്തുകൊണ്ടും ഈ സഹായ സഹകരണങ്ങൾ പുള്ളി മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളൂ. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് സഹായം ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ പുള്ളി സഹായം ചെയ്യാനുള്ള മനസ്സുകളെ കൂടെ ഇതിൽ കോർത്തിണക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മെൻഡോസാറൊക്കെ സംസാരിച്ചു. അക്കൗണ്ട്സിനെ കുറിച്ചും ട്രസ്റ്റും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ എല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഈ നാളിതുവരെയും മുന്നോട്ട് പോയത്. ഇനിയും ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ അത്യാവശ്യമാണ്. അതിനെല്ലാവരും നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും വളരെ ഉന്നതിയിലേക്ക് തന്നെ പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. ഇവിടെ വേദിയിലിരിക്കുന്ന മധുസാഗരം ഫാമിലിക്കും ആദ്യമായിട്ട് നന്ദി പറയാണ്. 6ാമത്തെ വർഷമായിട്ടും എന്നെ ഈ വേദിയിൽ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ വർഷവും വിളിക്കുമെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാം
നാട് വിട്ട് അന്യ സ്ഥലത്ത് വന്ന് ജീവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കൂടുതലും. ഇവിടെ വരുമ്പോൾ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ഒരു 5 ಫ್ಲೋರ್ ಮನೆಯೆಲ್ಲ ಕಟ್ಕೊಂಡು ಅಲ್ವಾ ಸರ್, ಕಾಂಪ್ಲೆಕ್ಸ್ ಎಲ್ಲ ಕಟ್ಕೊಂಡು ನಮ್ಗೆ ದಕ್ಷಿಣ ವೇದಿಯವರು ಇದ್ದಾರೆ. ಅದಕ್ಕೆ ನಾನು ಹೇಳ್ತಾ ಇರೋದು, ನಿಮಗೆ ಕನ್ನಡದಲ್ಲಿ ಮಲಯಾಳಂಲಿ ಎರಡರಲ್ಲಿ ಮಾತಾಡ್ತೀನಿ. ಆರಾಮಾಗಿ ಇರೋ ಬ್ಯಾಲೆನ್ಸ್ ದುಡ್ಡಲ್ಲಿ ಗೋವಾ ಹೋಗೋಣ, ಇಲ್ಲಾಂದರೆ ದುಬೈ ಹೋಗಿ ಒಂದು ರೌಂಡ್ ಹೊಡ್ಕೊಂಡು ಬರೋಣ ಅಂತೆಲ್ಲ ತಿಳ್ಕೊಂಡು ಫ್ಯಾಮಿಲಿ ಸಹಿತ ರೂಟ್ಗಳು ಹೋಗ್ತಾರೆ. ಒಂದು 10 ದಿನ 20 ದಿನ 1 ತಿಂಗಳವರೆಗೂ ಟ್ರಿಪ್ಪೆಲ್ಲ ಹೊಡ್ಕೊಂಡು ಬರ್ತಾರೆ. ಬಟ್ ಆ ಥರ ಎಲ್ಲ ನಮ್ಮ ಮಧು ಸರ್ ಫ್ಯಾಮ್ಲಿ ಇವತ್ತು ಗೊತ್ತಾಯಿತು ನನಗೆ. ಅವರು ಇಷ್ಟೆಲ್ಲ ಈ ಕನ್ನಡ ಮಣ್ಣಲ್ಲಿ ಕಷ್ಟ ಮಾಡಿ ದುಡ್ದು 1 ರೂಪಾಯಿನೂ ಇಟ್ಟು ಈ ಬರುವ ಚಿಕ್ಕ ಪುಟಾಣಿ ಮಕ್ಕಳಿಗೆ ಸ್ಕೂಲ್ ಬ್ಯಾಗು ಬುಕ್ಸು ಕೊಡಬೇಕಂದ್ರೆ ಅದು ಒಳ್ಳೆ ಮನಸ್ಸು ಇರಬೇಕು. ಒಳ್ಳೆ ಮನಸ್ಸಂದರೆ ಅದು ಬ್ಲಡ್ಡಲ್ಲೇ ಇರಬೇಕು. ನಿಮ್ಮಂದ ಕೈಯನ್ನಲ್ಲೇ ಆಗಿಲ್ಲ. ನಾವು ಇಲ್ಲಿ ಹುಟ್ಟು ಬೆಳೆದಿರೋರೆ, ಒಬ್ಬರಿಗೂ ಆಗಲ್ಲ ಅದು. ಎಷ್ಟೋ ಸಂಘಟನೆಗಳಿದೆ ಈ ಮಧ್ಯ ಈ ಬೆಂಗಳೂರು ನಗರದಲ್ಲಿ. ನನಗೆ ಗೊತ್ತಿದೆ ಒಂದು 60-70 ಸಂಘಟನೆಗಳಿದೆ. ಒಂದು ಸಂಘಟನೆಗಳು ಈ ಸ್ಕೂಲ್ ಜೂನ್ ಮಂದಾಗಿದೆ ನಾನು ನೋಡೇ ಇಲ್ಲ ಸರ್. ನಿಜವಾಗಿ ಇಷ್ಟು ಮಕ್ಕಳನ್ನ ಇಲ್ಲಿ ಕೂಡಿಸ್ಬಿಟ್ಟು ಇಷ್ಟು ಸ್ಕೂಲ್ ಬುಕ್ಸ್ ಎಲ್ಲ ಕೊಡೋದು ಅಷ್ಟು ಈಸಿ ಕೆಲಸನೇ ಇಲ್ಲ. ಅವರು 6 ವರ್ಷ ಅಲ್ಲ 60 ವರ್ಷನೂ ಇದು ಕಂಟಿನ್ಯೂ ಮಾಡಬೇಕಂತ ಹೇಳ್ಕೊಂಡು ನನ್ನ ಮಾತು ಮುಗಿಸ್ತಾ ಇದ್ದೀನಿ. ജയ് ഹിന്ദ്, ജയ് കന്നഡ മാതേ. താങ്ക് യു. ബൈ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഖ്യ അതിഥികളെ, കുഞ്ഞുമക്കളെ, എൻ്റെ നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 6ാമത് ആനുവൽ ഡേ ആഘോഷിക്കുന്ന ടൈമിൽ ഓരോ വർഷം ചെല്ലുന്തോറും തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകൾ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ തേജസിൻ്റെ ചീഫ് ട്രസ്റ്റി മധുവേട്ടന് നമ്മളുള്ള ഒരു വലിയൊരു സുഹൃത്ത് ബന്ധമാണ്, ഒരു ബ്രദർ മാതിരിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹം ഒരു ട്രസ്റ്റി മാത്രമല്ല, നല്ലൊരു സോഷ്യൽ വർക്കറാണ്. മറ്റുള്ളവരെ എന്ത് കാര്യത്തിലും സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടാനും എപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളാണ്. നമ്മൾ ഏതൊരു കാര്യം അദ്ദേഹത്തിനടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പറ്റിയ ആളിനെ അദ്ദേഹം അതിനുള്ള ഏർപ്പാട് ചെയ്യും. അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ലതാകട്ടെ. അതിന് സർവശക്തൻ ഇതിൻ്റെ ട്രസ്റ്റി മധുവേട്ടനും ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മധുവേട്ടനും ട്രസ്റ്റി ദീപ എസ് മധുവിനും നല്ല ആരോഗ്യം കൊടുക്കട്ടെ, ആയുസ് കൊടുക്കട്ടെ. ഈ ട്രസ്റ്റ് വളരെ നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 6ാമത് വാർഷികം ആഘോഷിക്കുന്ന തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിനും അതിൻ്റെ ഭാരവാഹികൾക്കും വരും വർഷങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹലോ പ്രിയ മധുവണ്ണ ചേച്ചി, എന്തായാലും ഞാനൊരു 3-4 വർഷം 6ാമത്തെ സെലിബ്രേഷൻ നടക്കുന്ന ഈ സന്ദർഭത്തിലും 3-4 വർഷം കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. മധുവണ്ണനും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും.